BJP അനുകൂല സംഘടനയായ പഴശ്ശി ഫൗണ്ടേഷനും നെഹ്റു യുവകേന്ദ്രയും സംയുക്തമായിട്ടായിരുന്നു കോഴിക്കോട് പഴശ്ശിരാജ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. ചരിത്രത്തിൽ പല നായകരെയും അർഹിക്കാത്ത പദവിയിൽ പ്രതിഷ്ഠിക്കുകയായിരുന്നുവെന്ന് ഉദ്ഘാടകനായ വി മുരളീധരൻ ആരോപിച്ചു. ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം അഹിംസാ മാർഗത്തിലൂടെ മാത്രം നടന്നിട്ടുള്ള പോരാട്ടമാണ് എന്ന് വിലയിരുത്തുന്നത് സത്യത്തിന് നേരെ പുറംതിരിഞ്ഞു നിൽക്കുന്നതായിരിക്കും. ടിപ്പു സുൽത്താനെ പോലെയുള്ള അക്രമകാരികൾക്കും ബ്രിട്ടീഷുകാർക്കും എതിരായി പോരാടിയവരാണ് കേരളത്തിലെ നാട്ടുരാജാക്കന്മാരെന്നും മുരളീധരൻ പറഞ്ഞു. അനുസ്മരണ പ്രഭാഷണം നടത്തിയ ചരിത്രകാരൻ MGS നാരായണൻ പക്ഷേ ചരിത്രരേഖകൾ നിരത്തി ഈ വാദങ്ങളെ തിരുത്തി. ഗാന്ധിജിയുടെ ഈ അഹിംസാ പ്രസ്ഥാനം എന്ന് പറയുന്ന വാസ്തവത്തിൽ സ്വാതന്ത്ര്യ സമരത്തെ ഒരു ജനകീയ പ്രസ്ഥാനമായി മാറ്റി നിർത്തി. ടിപ്പു സുൽത്താൻ ഒരു മത തീവ്രവാദിയും ഒരു ഫിനാറ്റിക്കും ഹിന്ദു വിരോധിയുമായിരുന്നു എന്ന് പറയുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം അദ്ദേഹം തന്നെയാണ് ശ്രീരംഗപട്ടണത്തിലെ ശൃംഗേരി മഠത്തിന് വലിയ പ്രോത്സാഹനം നടത്തിയത്. മീഡിയ 1 കോഴിക്കോട്.